ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ എ പത്മകുമാറിന്റെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് രാജീവരാണ് എന്നാണ് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം ശബരിമലയിൽ നിന്ന് കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സ്വർണ്ണക്കൊള്ള ഗൂഢാലോചനയിൽ തന്ത്രി കുടുംബത്തെ കൂടി സംശയ നിഴലിലേക്ക് കൊണ്ടുവരുന്നതാണ് എ പത്മകുമാറിന്റെ മൊഴികൾ. ബംഗളൂരു ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല കീഴ്ശാന്തിയുടെ സഹായിയായി എത്തുന്നത്. ഈ രണ്ട് ക്ഷേത്രങ്ങളുടെയും തന്ത്രി കണ്ഠരര് രാജീവാണ്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയത് തന്ത്രിയാണെന്നും പത്മകുമാർ മൊഴി നൽകി. കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളും സ്വർണം പൂശാനായി സന്നിധാനത്ത് നിന്ന് ചെന്നൈയിലേക്ക് കൊടുത്തുവിടുന്നതിന് തന്ത്രിമാർ അനുമതി നൽകിയിരുന്നുവെന്നും പത്മകുമാർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാട് എന്ന ആരോപണം പത്മകുമാർ നിഷേധിച്ചു. ശബരിമലയിലെ തന്റെ മുറിയിൽ പത്മകുമാർ താമസിച്ചതും ആറന്മുളയിലെ വീട്ടിൽ സന്ദർശിച്ചതും പത്മകുമാർ സമ്മതിച്ചു. സൗഹൃദ സന്ദർശനമായിരുന്നു ഇവയെന്നാണ് മൊഴി. കസ്റ്റഡി കാലാവധി വൈകിട്ട് പൂർത്തിയാകുന്നതോടെ പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കും. നിലവിൽ പുറത്തു വന്നതിനപ്പുറം ശബരിമലയിൽ നിന്ന് കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് SITയുടെ കണ്ടെത്തൽ. കട്ടിളയും വാതിലും ദ്വാരപാലക പാളികളും തൂണുകളിലെ പാളികളും മാത്രമാണ് ഇളക്കിയത്. 1998 സ്വർണം പൊതിഞ്ഞ ഉരുപ്പടികളിൽ മറ്റൊന്നും ഇളക്കിയിട്ടില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലം സീൽ ചെയ്ത കവറിൽ കോടതിക്ക് കൈമാറാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.